എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ് ടാരറ്റിലേക്ക് സ്വാഗതം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ വിഷുഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. King of Swords, Queen of Swords, Hermit mode, 3 of Swords energy, 4 of Swords and 7 of Wands energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം എന്ന് പറയുന്നത് പൊതുവെ പല കാര്യങ്ങളിലും, അതായത് ആദ്യം തന്നെ കിങ് ഓഫ് സോഡ്സ് ആൻഡ് 4 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ പല സമയങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി അധികം ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ റെപ്രസെൻ്റ് ഈ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിലെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങൾ, ഈ ഒരു സോഡ് എനർജി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സാധ്യതകൾ, കോൺഫ്ലിക്ട്സ്, ഒത്തിരി സംഭാഷണങ്ങൾ, സംഘർഷങ്ങൾ, അതുപോലുള്ളൊരു സിറ്റുവേഷൻസ്, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലാത്ത കാര്യങ്ങളായിരിക്കാം, സൈക്കോളജി, ഫിലോസഫി, സാഹിത്യം, കല, ഇതുപോലെ പല മേഖലകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഭാഷണങ്ങളും ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊരു കോൺഫ്ലിക്റ്റിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുക. കാരണം നമ്മൾ പലപ്പോഴും പറയില്ലേ, രണ്ടറ്റത്തും എന്താ പറയുക, അതായത് നമ്മൾ വാളെന്ന് പറയുമ്പോൾ ഒരറ്റം മാത്രമാണ് കൂർത്തിരിക്കുന്നത്, മറ്റേ അറ്റം നമ്മൾ കൈകൊണ്ട് പിടിക്കുന്നത്. അപ്പോൾ രണ്ടറ്റവും കൂർത്തിരിക്കുന്ന ഒരു വാളെന്ന് പറഞ്ഞാൽ അത് വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് റിസ്ക് അല്ലെങ്കിൽ പ്രഷർ കുറച്ച് കൂടുതൽ ഉണ്ടാകാം. അത് നിങ്ങൾ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ, ഐഡിയാസൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും കൂടി പറ്റുന്ന സമയമാണ്. അത് നിങ്ങൾ എങ്ങനെ ഒരു ഉപയോഗപ്പെടുത്തും എന്നതിനനുസരിച്ച് നിങ്ങൾ ഏത് ലെവലിൽ എത്താം എന്നുള്ളത് തീരുമാനിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളൊരു വളരെ ഉയർന്ന പൊസിഷനിലേക്കും ആകാം, അല്ലാത്ത പക്ഷം എന്താണ് ഒരു കോൺഫ്ലിക്റ്റും ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സംഘർഷങ്ങളോ ആ ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു വലിയ രീതിയിലേക്ക് കൊണ്ടുപോകാതെ അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കാത്ത ലെവലിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിന് എല്ലാത്തിനും എന്തിനും ഏതിനും റിയാക്ട് ചെയ്യുന്ന ഒരു രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാം. നിങ്ങളുടെ രീതി, ആ ചിന്തകൾ, കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുക. നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ്, ഓവർ ഇമോഷണൽ ആവാതിരിക്കുക. അതും ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ വിള്ളൽ വരുത്താൻ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമാണ് ഓവർ ഇമോഷണൽ ആകുക എന്നുള്ളത്. അപ്പോൾ റാഷണലായിട്ട് നിങ്ങൾ ചിന്തിക്കുക, മെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക. ഏതൊരു കാര്യം ചിന്തിച്ചിട്ട് സംസാരിക്കുക, വെറുതെ ഒറ്റയടിക്ക് പറയാതിരിക്കുക. ആലോചിക്കുമ്പോൾ ചിന്തിച്ചിട്ട് ആലോചിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓവർ തിങ്കിങ്, അഗ്രഷനൊക്കെ മാറ്റി വയ്ക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആങ്സൈറ്റി, ഒരു കൺഫ്യൂഷൻ ഇതൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ നിങ്ങൾ ഏതൊരു കാര്യത്തിനേക്കും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മീറ്റിങ്സ്, കോൺഫറൻസസ്, ഇപ്പോൾ സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്നവർ എന്തെങ്കിലും പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ പരീക്ഷകളാണെങ്കിൽ വൈവ, അതുപോലുള്ള കാര്യങ്ങൾ, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ച് വളരെ പ്രിപ്പയർ ചെയ്ത് പോവുകയാണ്, ഇന്നത് ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ചു പോയാൽ വളരെയധികം ഉയരത്തിലേക്ക് എത്താം, നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ. പിന്നെ ചില ചോദ്യങ്ങൾ നിങ്ങളോട്, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ്, ഇപ്പോൾ ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലത് നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു അഗ്രസീവായിട്ട് മറുപടി, ആ സിറ്റുവേഷനിൽ നിങ്ങളെ പോസിറ്റീവാക്കി നിർത്തിക്കൊണ്ട് മറ്റേയാളെ അടിച്ചു താഴ്ത്തുകയും ചെയ്യാതെ അതേസമയം നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കാത്തു സൂക്ഷിച്ച് എങ്ങനെ പറയണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതൊക്കെ നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും. മത്സര പരീക്ഷകളിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇത് ശ്രദ്ധിച്ചാൽ വളരെ നിങ്ങൾക്ക് ഉയരത്തിലെത്താൻ പറ്റുന്ന സമയമാണ്. അതേപോലെ ക്യൂൻ ഓഫ് സോഡ്സ് ആൻഡ് 3 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു അതായത് വളരെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഒരു ചട്ടക്കൂടിനുള്ളിലൊന്നും ഇരിക്കാൻ പറ്റുന്നതല്ല നിങ്ങളെ സംബന്ധിച്ച് ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും ഒരു കമ്പനിയുടെ 9 to 5 ജോബ് ചെയ്യുന്ന ഒരാളാണ്. ഈ 9 to 5 ജോബ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമില്ല. മറിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫ്രീഡം വേണ്ട ഒരാളാണ്.
ഫ്രീ ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് സാധ്യത കൂടുതലായിട്ട് കാണിക്കുന്നത് ലൈഫിൽ. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എന്ത് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന സമയമാണ്. എന്നാൽ അതേ സമയം തന്നെ നിങ്ങളുടെ പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഏത് രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് നമ്മൾ ചിന്തിച്ചാലും ചില സിറ്റുവേഷനിൽ സങ്കടങ്ങൾ ദുഃഖങ്ങളൊക്കെ നമ്മുടെ ഉണ്ടാകും. അത് നമ്മളുടെ കയ്യിൽ ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ലായിരിക്കും. പക്ഷേ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ ഇത് മാറ്റത്തെ സ്വീകരിക്കാതെ നമ്മുടെ കൺട്രോളിലാക്കിയേ തീർക്കൂ എന്ന് പറഞ്ഞ് ബലം പിടിച്ചതുകൊണ്ട് ഒന്നും നടക്കില്ല. ചില സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചില ബന്ധങ്ങളായിക്കോട്ടെ, ബ്രേക്കപ്പ്സ് അനിവാര്യമാണ്. ഇവിടെ ഒരു ബ്രേക്കപ്പ് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ നല്ലതിനാണ്. കാരണം ചില ബന്ധങ്ങൾ അത് ബ്രേക്കപ്പ് ആയില്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക്, അതായത് 2 വർഷം നിലനിൽക്കുന്ന ഒരു ബന്ധമാണെങ്കിൽ ചിലപ്പോൾ ഒരു 15 വർഷത്തേക്ക് നിലനിർത്തിയിട്ട് ആണ് പോകുന്നതെങ്കിൽ നമുക്കുണ്ടാകുന്ന ദുഃഖം വളരെ വലുതായിരിക്കും. അത്രയധികം കാലയളവിൽ അത്രയധികം ഓർമ്മകൾ, അത്രയധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ചില ആളുകൾ ഇപ്പോൾ വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും. ആ സിറ്റുവേഷനിൽ ബ്രേക്കപ്പിനേക്കാൾ എപ്പോഴും നല്ലത് നിങ്ങൾ ആ ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ബ്രേക്കപ്പാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ചിന്തിക്കാൻ പഠിച്ചാൽ വളരെ നല്ലതായിരിക്കും. ചില ഡിസപ്പോയിൻമെൻറ്റ്സ്, ചില നിരാശകൾ അപ്പോൾ നിരാശയായിട്ട് തോന്നാം, ഫ്യൂച്ചറിലേക്ക് അത് പോസിറ്റീവാണ്. നിങ്ങളെ സംബന്ധിച്ച് ആങ്സൈറ്റി, സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള കഴിവും നിങ്ങളിലുണ്ട്. നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയായതുകൊണ്ട് സ്വന്തമായിട്ട് ബിസിനസ് ഓൺട്രപ്രനോറിയൽ എനർജി കാണിക്കുന്നുണ്ട്. അത് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന പലപ്പോഴും നമുക്ക് ആരുമില്ല, അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പുറകിലാണ്, നമ്മളൊന്നുമല്ല എന്നൊക്കെയുള്ളൊരു ചിന്തയോ അല്ലെങ്കിൽ നമ്മളെ പുറകോട്ടേക്ക് ആളുകൾ മാറ്റി നിർത്തുമ്പോഴായിരിക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് പിന്നെ ഒന്നിനെയും ഭയക്കേണ്ട കാര്യം, ഒറ്റയ്ക്ക് നിന്ന് സ്വന്തം ജീവിതം നിലനിർത്തിക്കൊണ്ട് ഇവിടെ സിംഗിൾ പാരൻ്റ് എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ സിംഗിൾ പാരൻസ് കുട്ടികളെ ഒറ്റയ്ക്ക് നിന്ന് നല്ല രീതിയിൽ വളർത്തുന്ന, അത് സ്ത്രീ ആയാലും പുരുഷനായാലും സ്വന്തമായിട്ട് ബിസിനസ് സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ ഫാമിലിയിൽ ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡോ ആരെങ്കിലും ടെയും ഒരു അഭാവം കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഫാമിലി ബിസിനസ്സോ മറ്റോ ഏറ്റെടുത്ത് നടത്തേണ്ടി വരുന്നുണ്ട്. നിങ്ങളുടെ ശരിയായിട്ടുള്ള സ്ട്രെങ്ത് കാണുന്ന സമയമാണ്. ഈ ഒരു സിറ്റുവേഷൻ വീട്ടമ്മമാരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈവൻ പ്രായമായിട്ടുള്ള ആളുകളും മക്കൾ ചില ബിസിനസ് നിങ്ങൾ റിട്ടയർ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ബിസിനസ്സിലേക്ക് കയറുന്നു, ആദ്യമായിട്ടായിരിക്കും ബിസിനസ്സിലേക്ക് കയറുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു എനർജി, ഇപ്പോഴാണ് ഒരു ബിസിനസ് എനർജി മനസ്സിലാക്കുന്നത്. സ്ട്രോങ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഫൈനൽ ഡിസിഷൻ നിങ്ങളുടേതാകുന്ന ഒരു എനർജിയൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ 7 ഓഫ് ഫോൺസ് എനർജി സിറ്റുവേഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലരും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചില വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജാണ് കേട്ടോ നിങ്ങൾക്ക്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുക. മറ്റുള്ളവരിൽ ഡിപ്പെൻഡൻസി കുറയാണ് ചെയ്യുന്നത്. സാഹചര്യവശാലായിരിക്കും ചില ആളുകൾക്ക് മറ്റുള്ളവർ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഉത്തരവാദിത്തം. ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഹേർട്ട് ബ്രേക്ക്, അതായത് ബ്രേക്കപ്പ് സിറ്റുവേഷൻ സംഭവിക്കുന്നത് കൊണ്ട് നിങ്ങൾ അതിലേക്ക് പോകേണ്ടി വരുന്നതായിരിക്കാം. അത് ഏത് തരത്തിലാണെങ്കിലും നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ. ചില ആളുകൾ, നിങ്ങൾ വിദ്യാർത്ഥിയാണ്, ഇപ്പോൾ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ 10-21 വയസ്സായിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. പക്ഷേ വിദ്യാഭ്യാസം എപ്പോഴും പൂർത്തിയാക്കാൻ ശ്രമിക്കുക. കാരണം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതോടൊപ്പം സൈഡായിട്ട് വിദ്യാഭ്യാസം എങ്ങനെയെങ്കിലും നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കുക എന്നുള്ളതാണ് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്. അതേപോലെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഹെർമിറ്റ് മോഡാണ്. അതേപോലെ തന്നെ 4 ഓഫ് സോർട്സ് എനർജിയാണ്. സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡിസ്പ്യൂട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്ഥലം മറ്റാരെങ്കിലും കയ്യേറുന്നു, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുകയാണത്. ബിസിനസ്സിലായിക്കോട്ടെ, മറ്റെന്ത് കാര്യങ്ങളിലായിക്കൊള്ളട്ടെ, ഇതെങ്ങനെയാണ് സിറ്റുവേഷൻ നെഗോഷിയേറ്റ് ചെയ്യാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഒരു ഹൈ മോറൽ ഗ്രൗണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുവാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടാകുന്നുണ്ട്.
അതേപോലെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ലീഗലായിട്ട് മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെറുതാണെങ്കിൽ പോലും അതുമായിട്ട് നടത്തുന്ന ആളുകളായിട്ട് ഒരു ബന്ധവും പുലർത്താതിരിക്കുക. മറ്റാരെങ്കിലും ആയിരിക്കും ഇത് ചെയ്യുന്നത്, എന്നിട്ട് നിങ്ങളുടെ തലയിലേക്ക് വരാം. അപ്പോൾ ഇല്ലീഗലായിട്ട് ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, എത്ര അടുപ്പമുള്ള ഒരാളും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അവരായിട്ട് സഹകരിക്കാതിരിക്കുക. അവർ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ പേര് എവിടെയെങ്കിലും കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ എവിടെയൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.